ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹങ്ങളൊന്നായിരിക്കണം നല്ല ഒരു മെഡിക്കൽ കോളേജ് അഥവാ ഡ്രീം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സാക്രിഫൈസസ് ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ആ സാക്രിഫൈസിൻ്റെ ഫലവും ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഹൗ ടു സർവൈവ്, എങ്ങനെയായിരിക്കും നമ്മളിവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കും, എങ്ങനെ അതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. കാരണം പുതിയൊരു സിലബസാണ്, പുതിയൊരു ലോകം തന്നെയാണത്. അപ്പോൾ ഈവൻ ലാംഗ്വേജ് പോലും നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യും, നമുക്ക് റാഗിങ് ഉണ്ടാവോ, അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പാസ്സാവോ ഇല്ല, ഈ കോഴ്സ് കളഞ്ഞിട്ട് വേറെ ഏതിനെങ്കിലും പോയാലോ, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം പ്രണവിയ, ഫൈനൽ പ്രൊഫ് BAMS student, and today in this video we are going to discuss about how to survive in first prof BAMS. സർവൈവ് ചെയ്യുന്നതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില ഗോൾഡൻ റൂൾസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്പർ 1 is get out from your പോസ്റ്റ് നീറ്റ് inertia zone അഥവാ നീറ്റ് ട്രോമ സോൺ. നമുക്ക് നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ കിട്ടിയിട്ടില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടും, പക്ഷേ എന്തോ ചില നിർഭാഗ്യവശാൽ അതൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എനിവേ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് നമ്മൾ ഈ അഡ്മിഷനൊക്കെ എടുത്ത് വന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അഡ്മിഷൻ തന്നെ കിട്ടിയത് ചിലപ്പോൾ 1, 2 തവണയോ 3 തവണയൊക്കെ നമുക്ക് ഡ്രോപ്പ് വന്നതിന് ശേഷമായിരിക്കാം. അത് ഡസൻ ബോദർ ഇറ്റ്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ നമുക്ക് പഠിക്കാനൊന്നും തോന്നണമെന്നില്ല. വേണ്ട, എനിക്ക് മറ്റേ കോഴ്സ് മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് എനിക്ക് പോയാൽ മതി, അങ്ങനെയൊക്കെ തോന്നാം. ഇട്ടെറിഞ്ഞിട്ട് പോകാനൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു വിൽ സഫർ അറ്റ് ദ ലാസ്റ്റ്. സോ കുറച്ചെങ്കിലും നമുക്ക് ഭാവിയിലേക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കുറച്ച് സമയം കണ്ടെത്തി പഠിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ ഇൻ കേസ് നമുക്ക് മറ്റൊരു കോഴ്സിലേക്ക് തന്നെയാണ് വേണം എന്ന ആഗ്രഹം തന്നെ നിൽക്കുകയാണെങ്കിൽ ഇത് കളയാതെ ഇതും മാനേജ് ചെയ്യണം, അതിനു വേണ്ടിയും പഠിക്കണം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സെക്കൻഡ്, ഫോക്കസ് ഓൺ യുവർ പ്രസന്റ് ടൈം. ഇനിഷ്യലി നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ സിലബസിനെ കുറിച്ചും യൂണിവേഴ്സിറ്റി എക്സാംസിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അതായത് 3 പേപ്പറിൽ കൂടുതൽ പോയാൽ നമ്മൾ ജൂനിയേഴ്സിന്റെ കൂടെ ഇരുന്ന് പഠിക്കേണ്ടി വരും, വീണ്ടും എക്സാം എഴുതേണ്ടി വരും. ഇൻ കേസ് ഇപ്പോൾ അനാറ്റമി എന്നൊരു സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്കും അതിനകത്ത് ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പർ, പിന്നെന്താ പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഈ പേപ്പർ പോവുകയാണെങ്കിൽ ഇത് 3ഉം വീണ്ടും ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ പ്രസന്റ് ടൈം. തിയറി, ബിക്കോസ് നമ്മളിപ്പോൾ പഠിക്കുന്നത് BAMS ആണ്. അപ്പോൾ നമുക്ക് മോഡേണും പഠിക്കണം, ആയുർവേദവും പഠിക്കണം. ഞാൻ മോഡേൺ നല്ല എക്സ്പേർട്ടാണ്, എനിക്ക് കുറച്ച് ലോയിൽ നിൽക്കുന്നത് ആയുർവേദമാണ്. അപ്പോൾ ഇത് പഠിക്കണ്ട, ഏതെങ്കിലും ഒരു പോർഷൻ കൊണ്ട് മാത്രം ഞാൻ ജയിക്കും, അങ്ങനെ വിചാരിച്ചിരിക്കരുത്. ബിക്കോസ് അതായത് നമ്മുടെ കോളേജ്, എൻ്റെ കോളേജിൽ വെച്ച് പറയാനാണെങ്കിൽ 8 തൊട്ട് 4:30 വരെയാണ് കോളേജ് ടൈം. അപ്പം നമുക്ക് ഈ കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ കോളേജ് കഴിഞ്ഞ് വന്നിട്ട് പോസ്റ്റ് കോളേജ് റുട്ടീൻ പോലെ ഡെയിലി 2ഉം പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മോഡേണും 1 മണിക്കൂർ ആയുർവേദത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. കഴിവതും അന്നെന്നുള്ളത് അന്നു തന്നെ തീർക്കാൻ ശ്രമിക്കുക. എനിക്കങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എന്നാലും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം അത് സക്സസ് ആവും. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് കൺസിസ്റ്റൻസി. എപ്പോഴും കൺസിസ്റ്റൻസി നിലനിർത്തുക. നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് കൺസിസ്റ്റൻസി നിലനിർത്തിയാൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു ബേസ് ഉണ്ടാവത്തുള്ളൂ. അത് ദാറ്റ് വിൽ ഹെൽപ്പ് യു അറ്റ് ദ term exam, first term, second term model exam, even though in the university exam that will be helpful to achieve a good score, even though the rank. Okay, so theory is very important. Fourth one is അറ്റൻഡൻസ്. 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ഫോക്കസ് ഉണ്ടായിരിക്കണം. കാരണം ചില സാഹചര്യങ്ങൾ കൊണ്ട്, മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ അറ്റൻഡൻസിൽ കുറവ് വരാം. പക്ഷെ അതിനെ കാര്യമാക്കണ്ട, അതിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ അല്ലാത്ത സാഹചര്യത്തിൽ മാക്സിമം ക്ലാസ് ബങ്ക് ചെയ്യാതിരിക്കുക. കാരണം പ്രാക്ടിക്കൽ അവേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലാണ് അറ്റൻഡൻസ് കൂടുതലും കയറുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ അവേഴ്സ് ഒരിക്കലും ബങ്ക് ചെയ്യരുത്.
ആൻഡ് പിന്നെ നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സ്ട്രെയിനൊക്കെ എടുത്തിട്ടുണ്ട്. അത്രയും സ്ട്രെയിൻ ഒന്നും എടുത്തില്ലെങ്കിലും നമ്മൾ കുറച്ച് സ്ട്രെസ് റിലീഫിന് വേണ്ടി ചില യാത്രകളൊക്കെ ചെയ്തതിന് ശേഷമാണെങ്കിലും പഠിച്ചാലൊക്കെ മതി. പക്ഷെ എപ്പോഴും ചില്ലിങ് ആയിട്ടിരിക്കരുത്. പഠിത്തം പ്ലസ് ചില്ലിങ് അങ്ങനെ പോയാൽ ഈ അറ്റൻഡൻസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് നേടിയെടുക്കാൻ പറ്റും. ഫിഫ്ത്ത് വൺ ഇസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ എപ്പോഴും ക്ലാസ്സിൽ ഉണർന്നിരിക്കുക, അതായത് ഡെയിലി തല വിളിച്ചിട്ട് പോവുക. ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ക്ലാസ്സിൽ എനിക്കിങ്ങനെ ഉറങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ തല വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം തലയിലോട്ട് കയറും. ചിലപ്പോഴൊന്നും അത് കിട്ടത്തില്ല, പക്ഷെ എന്നാലും മാക്സിമം ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും പഠിപ്പിക്കുന്ന ടീച്ചറിനും നല്ല ഒരു കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ തോന്നും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിപ്പം ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളത് ക്ലിയർ ആവുന്നവരെ സാറിനോടോ മാഡത്തിനോടോ ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോടൊരു ഇംപ്രഷൻ വരും. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്നത് ഒരാൾക്ക് വേണ്ടിയാണെങ്കിലും ആ ടീച്ചറിന് പറഞ്ഞു തരാൻ ഒരു മനസ്സുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് കാണുന്ന നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. കാരണം അവർ അത്രയും സ്ട്രെയിനും സ്ട്രെസ്സൊക്കെ എടുത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. സോ നമ്മൾ നമ്മുടെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കുക. അതിന് വേണ്ടിയിട്ട് ബി അറ്റൻറ്റീവ് ഇൻ യുവർ ക്ലാസ്. വൺ ഈസ് പ്രാക്ടിക്കൽസ്. നമുക്ക് ഫസ്റ്റ് പ്രൊഫൈലുള്ള പ്രാക്ടിക്കൽസ് എന്ന് പറയുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി. അപ്പോൾ നമ്മൾ ആദ്യം അനാറ്റമിയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ ഡൈസെക്ഷൻ, അതാണല്ലോ നമ്മളെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു റെസ്പെക്ട് അവർ കഡാവർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് പ്രിസൈസ് ആയിട്ട് പഠിക്കുക. ആദ്യം നമ്മൾ ഓരോ സിസ്റ്റംസിനെ കുറിച്ചൊരു ബേസ് ഉണ്ടാക്കിയിരിക്കണം. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, CNS, അങ്ങനെ എല്ലാ സിസ്റ്റത്തിനെ കുറിച്ചും. പിന്നെ ഡൈസെക്ഷൻ നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഓർ അധ്യാപിക അതിനകത്ത് ഈ കെഡാവറിൽ ആ സ്കാൽപ്പിൽ വെച്ചിട്ട് ചെറിയൊരു ഇൻസിഷൻ ഇടുമ്പോൾ പോലും നമ്മൾ അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അനാറ്റമി അത്രയും ഇടാൻ പറ്റൂ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സബ്ജക്റ്റ് അനാറ്റമിയാണ്. സോ അത് പഠിക്കണമെങ്കിൽ കുറച്ച് നമ്മുടെ എഫേർട്ട് കൂടെ ഇട്ടേ പറ്റൂ. നമ്മൾ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കാം. കാരണം ഇപ്പോൾ ലിവറിൻ്റെ അനാറ്റമി, അപ്പോൾ ലിവർ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ 8 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ പ്രാക്ടിക്കൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫിസിയോളജി, ഹെമറ്റോളജി പ്രാക്ടിക്കൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ അവിടെ ആണുള്ളത്. CBC, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിംഗ്, പിന്നെന്താ നമ്മൾ ഹീമോസൈറ്റോമെട്രി, അതെല്ലാം ചെയ്യുന്നത് അവിടെയാണ്. ക്ലോട്ടിംഗ് ടൈം, ബ്ലീഡിങ് ടൈം, ഇത് ഇപ്പം നമ്മൾക്ക് ആദ്യം സൂചി കുത്താൻ തന്നെ പേടിയായിരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലഡിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ കുത്തി ബ്ലഡ് എടുത്ത് നമ്മളിങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ടിനും കൂടെ കുത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. ആദ്യമൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക ഓരോരുത്തരെ. പക്ഷേ ഫൈനൽ എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ഒറ്റയ്ക്കേ കാണുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ വേണം, നമ്മൾ ആരും ആ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ കാണില്ല. അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്തിട്ട് വേണം സ്വന്തമായിട്ട് പ്രിക്ക് ചെയ്ത് പഠിക്കുക. എന്ത് കരുതി ഏത് നേരവും അങ്ങനെ കുത്തി ചെയ്യരുത്. വളരെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം ലാൻഡ്സ്ലെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി പ്രിക്ക് ചെയ്ത് നോക്കുക. ഈ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RBCയുടെയും WBCയുടെയും ഒക്കെ കൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ആ വാല്യൂസിനെ കൂടെ കുറിച്ച് പഠിക്കുക. പിന്നെ അതിൽ എന്തെങ്കിലും കൂടുതലും കുറവും ഒക്കെ വരുമ്പോഴത്തേക്കും വൈ ദാറ്റ് ഹാപ്പനിങ്, വാട്ട് ഇസ് ദ ഫിനോമിനൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ബിറ്റ്വീൻ ദം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതിൻ്റെ പാത്തോളജി അതെല്ലാം മനസ്സിലാക്കുക. അതെല്ലാം കാരണം ഫ്യൂച്ചർ എന്നല്ല, നമ്മൾ ലൈഫ് ലോങ് അറ്റ് ദ എൻഡ് ഓഫ് അവർ ലൈഫ് അവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. സോ നമ്മുടെ പ്രാക്ടിക്കൽസ് എല്ലാം ക്ലിയർ ആയിട്ടില്ല. 7th വൺ ഇസ് ഡെവലപ്പ് എ ഹോബി. ഓക്കെ, നമ്മളിപ്പോൾ മെഡിസിൻ മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തലമൊത്തം പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും. ചിലപ്പോഴൊക്കെ പുകയൊക്കെ പോകും. നമുക്കിങ്ങനെ എൻ്റെ കിളി അങ്ങ് പറന്നു പോയി, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്, അല്ല അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഹോബീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പാട്ട് പാടാനാണ് ഇഷ്ടമെങ്കിൽ പാട്ട് പാടാം. ഡാൻസ് കളിക്കാനാണെങ്കിൽ ഡാൻസ് പുതിയ ഫോംസിലുള്ള ഡാൻസ് കളിക്കാം. ഇനി പുതുതായിട്ട് വേണമെങ്കിൽ ഡാൻസ് പഠിക്കാനായിട്ട് ചേരാം. അത് മോഡേൺ ആയിക്കോട്ടെ, വെസ്റ്റേൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ആയിക്കോട്ടെ, വാട്ട് എവർ, കഥക്, കുച്ചിപ്പുടി, അങ്ങനെ
എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ജിമ്മിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജിമ്മിൽ പോവുക, ക്യാരംസ് കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക. അങ്ങനെ നമ്മുടെ ബോഡി എപ്പോഴും പ്രൊഡക്റ്റീവ് ആൻഡ് ആക്റ്റീവ് ആയിട്ട് വെക്കുക. എപ്പോഴും നമ്മൾ കട്ടിലിൽ തന്നെ അങ്ങ് മൂടി പൊതിച്ച് കിടന്നുറങ്ങുക, അങ്ങനെ ഒരു ശീലം ഇല്ലാണ്ടാക്കുക. പിന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. നമുക്കിപ്പോൾ അനാട്ടമിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് റെക്കോർഡൊക്കെ വരയ്ക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാ പ്രാക്ടിക്കൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ എംബ്രോയിഡറി വർക്ക്സ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ലൈഫ് ലോങ് നല്ലതായിരിക്കും. 8 is റാഗിങ്. ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ റാഗിങ് എത്രയൊക്കെ നിരോധിച്ചതാണ് എന്ന് പറഞ്ഞാലും അത് നടക്കേണ്ട സമയത്ത് നടക്കും. ചില സമയത്ത് അത് സംഭവിച്ചു പോകും. നമ്മുടെ അടുത്താണെങ്കിലും സീനിയേഴ്സ് വന്നിട്ട് റൂമിൽ വരാൻ പറഞ്ഞിട്ട് എന്ത് പറയും, പാട്ട് പാടുക, അല്ലെങ്കിൽ അവർ പറയുന്ന പാട്ടിന് ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ പറയും. അത് ജസ്റ്റ് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരത് ചെയ്യരുത്. കാരണം അവരുടെ സീനിയേഴ്സ് ഒന്നും അവർക്കും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ റാഗിങ് ഉണ്ടായിരുന്നു. അവിടെ റാഗിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്നോട് പാട്ടൊക്കെ പാടാനാണ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് കയ്യിൽ നിൽക്കുന്ന സംഭവം ആയിരുന്നത് കൊണ്ട് ഞാൻ പാട്ട് പാടി. പിന്നെ എൻ്റെ അടുത്ത് ജിലേബി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലൈവ് അല്ല, ജസ്റ്റ് മോക്ക് ചെയ്ത് കാണിക്കുക. അതുപോലെ ജിലേബി ഉണ്ടാക്കി. പിന്നെ എന്തുവാ, ഒരു ഈ പുളിയില ഉണ്ടല്ലോ, അതെടുത്ത് തന്നിട്ട് അതിൽ എത്ര ഇല ഉണ്ടെന്ന് എണ്ണി പറയുക. ഇതൊക്കെ അത് ഞാൻ പഠിച്ചിരുന്ന ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കോളേജിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ഇവിടെയും ഉണ്ടാവാം. പക്ഷേ നമ്മൾ അതിനെ കൂടുതൽ കാര്യമാക്കണ്ട. പിന്നെ ഇൻ കേസ് അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇനി ഇപ്പോൾ റാഗിങ് കിട്ടി, ഇനി അവരെ കാണുമ്പോൾ റാഗിങ് ചെയ്യുന്ന സമയത്തേ ഉള്ളൂ അതവിടെ കഴിയും. പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് വരും, ഇതേ സംഭവം അവർക്കും സംഭവിക്കും. അപ്പം നമ്മളും കുറേ ഹാപ്പി ആവും. എനിക്ക് റാഗിങ് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. അത് ഓരോ മൈൻഡ് സെറ്റിൽ അങ്ങനെ നടക്കുന്നതല്ലേ, നമ്മൾ അതിൽ കൂടുതൽ കാര്യമാക്കണം. പക്ഷെ ഗുരുതരമാണെങ്കിൽ അത് നമുക്ക് അതോറിറ്റി അറിയിക്കേണ്ടതാണ്. സോ റാഗിങ് ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഈ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അതിൽ തല ഇങ്ങനെ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 9th one is മൈൻഡ്. നമ്മൾ ആയുർവേദത്തിൽ ഫസ്റ്റ് പ്രൊഫൈൽ വരുമ്പോൾ തന്നെ മനസ്സിനെ കുറിച്ച് പഠിക്കൂ. മനസ്സെന്താണ്? മനനാത് മനഃ മന്യതേ ന്യായതേ അനേന ഇതി മനഃ. സോ മൈൻഡ് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കത്തില്ല. സോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഫോക്കസ് എപ്പോഴും, നമ്മുടെ പ്രയോറിറ്റീസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. സോ നമ്മുടെ മനസ്സിനെ ഫോക്കസ്ഡ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, സംസാരിക്കുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക. നമ്മുടെ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുക. അതുപോലെ ഫ്രണ്ട്സുമായിട്ട് നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കുക, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പോൾ നമുക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറേ ബുക്കുകളുണ്ട്. APJ അബ്ദുൽ കലാം സാറിൻ്റെ ഇഷ്ടംപോലെ ബുക്കുകൾ കിട്ടും. അതുപോലെ തന്നെ ഇക്കിഹായ്, അങ്ങനെ ഒരു ബുക്കുണ്ടല്ലോ, നല്ലൊരു ബുക്കാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ 101 വഴികളെന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. പിന്നെ അങ്ങനെയുള്ള നല്ല നല്ല ബുക്കുകൾ വായിക്കുക. പിന്നെ നല്ല പാട്ടുകളൊക്കെ കേൾക്കുക. മനസ്സിനെ എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് നിർത്തുക. അതായത് സ്ട്രെയിൻ വരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിലാണ് നിന്ന് പഠിക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെയിനൊക്കെ വരും. അപ്പോൾ അങ്ങനെ തോന്നുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോവുക. 2 ദിവസം വീട്ടിൽ നിന്ന് സമാധാനമായിട്ട് ബുക്കൊക്കെ അടച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് വീട്ടുകാരുമായിട്ട് എൻജോയ് ചെയ്യുക. ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മനസ്സ് നല്ല കൂളാവും. അപ്പോൾ മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇറ്റ്സ് number 10, ദാറ്റ് ഈസ് എൻജോയ്മെന്റ്. ഞാൻ പറഞ്ഞു, മനസ്സ് കഴിഞ്ഞാൽ പിന്നെ എൻജോയ്മെന്റ് ആണ്. എൻജോയ്മെന്റിന് വേണ്ടിയിട്ടല്ല നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ട ഭാവിയിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറക്കാം, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രെസ്, സ്ട്രെയിനും ഇതൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് നല്ലൊരു ജോലി കിട്ടും, അത്യാവശ്യം നല്ല സാലറി കിട്ടും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു രാജ്യം അല്ലെങ്കിൽ 2 രാജ്യത്തെങ്കിലും കറങ്ങാൻ പോകാനുള്ളത് നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ അതാണ് നമ്മുടെ എൻജോയ്മെന്റ്. അതുപോലെ തന്നെ അത് പാട്ട്, ഡാൻസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല എൻജോയ്മെന്റ് കിട്ടും. പിന്നെ സ്റ്റഡീസിനെ വലിയൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് എടുക്കാതെ അത് ജസ്റ്റ് നമ്മളിപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ബാലരമയുണ്ട്. അത് കുട്ടിക്കാലം മുതൽ, അതായത് ഞാൻ ഇപ്പോൾ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ ബാലരമ. അപ്പോൾ കുട്ടിക്കാലം മുതൽ ഇപ്പോഴത്തെ, അതായത് 2025 വരെ ഞാൻ ബാലരമ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ബാലരമ വായിക്കുമ്പോഴത്തേക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നൊക്കെ കുറേ ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂത്രനും ഷേരും. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും സൂത്രനും ഷേരുമായിട്ട് കൺവേർട്ട് ചെയ്തിങ്ങനെ മനസ്സിലാക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഇപ്പോൾ അനാറ്റമിയിൽ ഇപ്പം ഞാൻ പണ്ട് പഠിച്ചിരുന്നതെന്ന് വെച്ചാൽ, അതായത് ഈസോഫാഗസ് ഫസ്റ്റിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഈസോഫാഗസിൻ്റെ അതിൻ്റെ ആ ലെങ്ത് ഉണ്ടല്ലോ, ഓരോ പോർഷനിൽ എത്ര വരുന്നത്,
അത് ഞാൻ സൂത്രനും ശരിയും വെച്ചിട്ട് ഇങ്ങനെ കോഡ് പോലെയൊക്കെ അതെൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. സോ അതൊരു എൻജോയ്മെൻ്റ് ആണ്. സ്റ്റഡീസിനെ എൻജോയ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗോൾഡൻ റൂൾസ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ റൂൾസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു പാറ്റേൺ പോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഈസി ആയിട്ട് ഫസ്റ്റ് പ്രൊഫ് സർവൈവ് ചെയ്യാം. സോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ. See you on next video. Ta-ta, bye-bye.